ഹർഷൻ, എനിക്ക് തോന്നുന്നു ഇതിന് രണ്ട് വശങ്ങൾ ഇതിനുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഗുജറാത്തിൽ പോകുന്നു. അടുത്തിടെയായിട്ട് ഗുജറാത്തിൽ നടക്കുന്ന ചില പ്രക്ഷോഭങ്ങളുണ്ടല്ലോ, പട്ടേൽ പ്രക്ഷോഭം, അതിനുശേഷം ദളിത് പ്രക്ഷോഭം. ഇങ്ങനെയുള്ള പ്രക്ഷോഭം വരുന്ന സാഹചര്യത്തിൽ ഒരു പ്രധാനമന്ത്രി എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സെക്യൂരിറ്റി ഓവർ ഡ്രൈവ് സാധാരണ നടക്കാറുണ്ട്. അത് പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്ത് പോയാലും അത് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓവർ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ ഒരു രീതിയിൽ നമ്മൾ കാണേണ്ടത്. രണ്ടാമതായി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ദളിത് പ്രക്ഷോഭം ഗുജറാത്തിൽ പുതിയൊരു കാര്യമല്ല. കോൺഗ്രസ് ഭരിച്ചാലും അതിനുശേഷം BJP വന്നാലും ഗുജറാത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പല വിവാദമായ അല്ലെങ്കിൽ വളരെ കാര്യമായിട്ടുള്ള പല ദളിത് പ്രക്ഷോഭങ്ങളും നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ മെവാനിയുടെ അറസ്റ്റിനെ കൂടുതൽ ലഘൂകരിച്ച് അല്ലെങ്കിൽ വലിയ കാര്യമല്ലാത്തത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഗുജറാത്ത് ഗവൺമെൻറ്റിന് അവസരമുണ്ടായിരുന്നു. അതവർ ചെയ്തില്ല എന്നെങ്കിൽ വാദിക്കുമ്പോൾ തന്നെ ഒരു പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, സുരക്ഷാപരമായ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഏജൻസിയോ ഗവൺമെൻറ്റോ ഈ കാര്യം നടത്തുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനെ രണ്ടായിട്ട് കാണേണ്ടതുണ്ട്. BJPയുടെ ദളിതിനോടുള്ള സമീപനം അല്ലെങ്കിൽ അവർക്ക് അവരോടുള്ള ആവശ്യവും എന്നതിനെയും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാവുന്നതിനെ ഒഴിവാക്കുന്ന രീതിയിൽ പോലീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ചെയ്തൊരു കാര്യമായും ഇതിനെ നോക്കി കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ MB മനോജ്, ഈ നിലയ്ക്ക് അതാണ് BJPക്ക് ഈ നിലയ്ക്ക് വ്യാഖ്യാനിച്ച് നിർത്താവുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ രാജ്യം ആ നിലയ്ക്കല്ല ചർച്ച ചെയ്യുന്നത്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാജ്യം ചർച്ച ചെയ്യുന്നത് ഈ ദളിത് പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന തരത്തിലേക്ക് നീങ്ങി അതിൻ്റെ തുടർച്ചയായി ഇനി ഭാവിയിൽ മറ്റേതെങ്കിലും സമരമൊക്കെ ഉണ്ടായാൽ അതിനെ എല്ലാം അടിച്ചമർത്തുന്ന തരത്തിലേക്ക് ഇത് വളരുകയും ചെയ്യും, അതിൻ്റെ സൂചനയാണ് എന്ന മട്ടിൽ തന്നെയാണ്. ഈ രണ്ട് സാധ്യതകളും പരിശോധിക്കാനുള്ള ഒരു സ്ഥിതിയുണ്ട് എന്ന് അംഗീകരിക്കാൻ കഴിയുമോ? ആ നിലയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഈ ദിവസം തന്നെ, അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാളാഘോഷം നടക്കുന്ന ദിവസം തന്നെ ഉന്നയിൽ മറ്റൊരു കൊലപാതകം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഗുജറാത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനസമൂഹമാണ് അവിടുത്തെ ദലിത് ജനസമൂഹം. മാത്രമല്ല, ഒരിക്കലും അവരൊരു വികസിച്ച സാമുദായികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ വികസിച്ച ഒരു സമൂഹവുമല്ല. അവരെക്കാളും കുറെ കൂടി വലിയ ജനസംഖ്യയാണ് അവിടുത്തെ ഗോത്രവിഭാഗങ്ങളുടേത്. ഏതാണ്ട് 8%, 9% ദലിതരുടേത്, 13% വരുന്നുണ്ട് ഗോത്രവിഭാഗങ്ങളുടേത്. ഈ രണ്ട് വിഭാഗങ്ങൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള അന്തരം ഇവർക്കിടയിൽ തന്നെ നിലവിൽ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഇവരെ വിഭജിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഭീതി അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിഷയം മുന്നോട്ട് വെച്ച ഒരു നേതാവിനെ അവർ വളരെ തീരുമാനത്തിലൂടെയോ അല്ലെങ്കിൽ കാലഘട്ടത്തിലൂടെ പ്രവർത്തിച്ചോ ഒന്നും വന്നതല്ല. നമുക്കറിയാം, ചത്ത പശുവിൻ്റെ തോലുരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പേര് പറഞ്ഞുകൊണ്ട് നൂറ്റാണ്ടുകളായി അവരെ അടിച്ചമർത്തുകയും പിന്നീട് മറ്റൊരു രാഷ്ട്രീയ അധികാരം ലഭിച്ചപ്പോൾ പശുവിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മേൽ അതിഭീകരമായ അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഇരട്ട യുക്തിയുടെ പ്രതിഫലനം നമ്മളിവിടെ കാണേണ്ടതുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും സൂചിപ്പിക്കുന്നത് ഈ ഇരട്ട യുക്തിയാണ്. ഒരേ സമയത്ത് ഇതാ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പറയുകയും മറുവശത്ത് അതിഭയങ്കരമായിട്ടുള്ള അതിക്രമം അഴിച്ചുവിടുന്നതിനോ ഇനി മുന്നോട്ട് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയെ ഗുജറാത്തിലെ ഈ സാധാരണ അടിസ്ഥാന അയിത്ത സമൂഹം ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കുഗ്രാമങ്ങൾ, ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ പെടുന്നതാണ് ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങൾ. കേരളം പോലെയോ അല്ലെങ്കിൽ മറ്റ് പല പ്രദേശങ്ങളിൽ പോയ വികസിച്ച സ്ഥലങ്ങളൊന്നുമല്ല. പാരമ്പര്യവും ജാതി വ്യവസ്ഥയും ജാതിക്ക് മേൽ ജാതി വ്യവസ്ഥയും നിലനിൽക്കുന്ന ജീർണിച്ച ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങൾക്കിടയിൽ നിന്നുള്ള വികാസത്തെ അടിച്ചമർത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും നേതൃത്വങ്ങളെ തന്നെ ആദ്യമേ തന്നെ കരുതൽ തടങ്കിൽ വെക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ ഒരു ഭീതിയും ഒരാഘാതവും സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പിന്നിൽ. പക്ഷേ ഇന്ത്യയിൽ തന്നെയുള്ള പുതിയ സാങ്കേതികതയുടെ മാറ്റങ്ങളും പുതിയ സോഷ്യൽ മീഡിയയുടെ മാറ്റവും പ്രത്യേകിച്ച് ജനുവരി 18 നടന്നിട്ടുള്ള രോഹിത് വെമുലയുടെ നിലവിലുള്ള സ്ഥാപന കൊലപാതകത്തിന് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള വലിയ ധ്രുവീകരണങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്ക് പോവാണ്ടിരുന്നത്. ഒരു പക്ഷേ ഒരു സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് മേൽ അഡ്വാൻസായിട്ട് അവർക്ക് മേൽ ഒരു ഭീതി അവർക്ക് മേൽ കൊണ്ടുവരികയും അവരെ പ്രകോപിതരാക്കുകയും
അങ്ങനെ പ്രകോപിതരാക്കിയ ശേഷം അവരെ കൂടുതൽ അടിച്ചമർത്തുന്നതിനുമുള്ള ഒരു ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നാണ് ഞാൻ തിരിച്ച് അങ്ങോട്ട് സംശയിക്കുന്നത്. ശ്രീ എം.എസ്. കുമാർ, അത് തന്നെയാണ്. ഇത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്ന ഒരു വിഷയമാണെന്നറിയാം. പക്ഷേ അത് ആ നിലയ്ക്ക് അവധാനത്തോടെ അങ്ങനെ ഒരു സർക്കാർ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇതിനെ നയപരമായി കൈകാര്യം ചെയ്യാം, അതല്ലെങ്കിൽ ഈ നിലയ്ക്ക് അടിച്ചമർത്തുന്ന സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാം. ഇതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അടിച്ചമർത്തലിൻ്റെ പാതയിലൂടെയാണ് ഈ സർക്കാർ എന്ന നിലയ്ക്ക് തന്നെയാണ്. ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിനെങ്കിലും ഈ നടപടി കാരണമായിട്ടുണ്ട്. ഇതിൽ 2-3 കാരണങ്ങളുണ്ട് ഹർഷൻ. ഒന്ന്, രാജ്യമൊട്ടാകെ ഇത് ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ സത്യവിരുദ്ധമാണ്. രാജ്യത്ത് എവിടെയും ചർച്ച ചെയ്യുന്നില്ല. ഇതൊക്കെ കേരളത്തിൽ മാത്രം നടക്കുന്ന ചർച്ചകളാണ്. 2, ഈ ദളിത് വിഭാഗം BJP-യിൽ നിന്ന് ഒരുപാട് അകലെയാണ് എന്ന് വരുത്തി അവിടെ തന്നെയാണ് ഇത് ചർച്ചയെങ്കിലും ചെയ്യപ്പെടാനുള്ള സാഹചര്യമുള്ളത് കേരളത്തിലേ ഉള്ളൂ എന്നതുകൂടി കേരളത്തിൽ ഇതേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. തിരുത്തു വരുമ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നത് ഈ ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്ന പ്രതിനിധികളുടെ മാനദണ്ഡം അനുസരിച്ചാണല്ലോ. ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങൾ ദളിത് വിഭാഗത്തിൽ നിന്നുള്ളത് BJP-ക്കാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത് എല്ലാ നിയമസഭകളിലും കൂടെ ഏതാണ്ട് 90-ന് മേൽ MLA-മാരുള്ളത് BJP-ക്കാണ്. ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രതിനിധികൾ ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ളത് BJP-ക്കാണ്. BJP-യിൽ നിന്ന് ഇവരെ അകറ്റി നിർത്താൻ ഒരു കാരണവശാലും സീറ്റുകളിൽ മത്സരിച്ച് ജയിച്ച BJP-യുടെ MP-മാരോ MLA-മാരോ ഉണ്ടോ എന്ന ചോദ്യം കൂടി ഈ രാജ്യത്തെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഉണ്ട്, ദളിതർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവർക്കൊന്നും അയക്കാൻ സാധിക്കാത്ത, അവർക്കൊന്നും തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച് വിടാൻ കഴിയാത്തത്ര MLA-മാരും MP-മാരും BJP പ്രതിനിധികളായി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ജനങ്ങൾ BJP-യിൽ നിന്ന് ഈ ദളിത് വിഭാഗത്തിലെ ജനങ്ങൾ അകലെയാണ് എന്നുള്ളത് ചിലരുടെ തെറ്റിദ്ധാരണയും ചിലരുടെ ആഗ്രഹവുമാണ്. ഇപ്പോൾ ലോഹിത് വെമുലയുടെ കാര്യം പറഞ്ഞു. ഹൈദരാബാദിൽ അദ്ദേഹം ഒരു ദളിതനാണ്, ദളിത വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തായിരുന്നല്ലോ വലിയ നമ്മൾ ചാനലടക്കം നിരവധി ചർച്ചകൾ നടത്തിയത്. അന്വേഷണത്തിൽ ലോഹിത് വെമുല ദളിത് അല്ല, കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അത് ദളിതല്ല എന്ന് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങൾ എത്ര ചാനൽ ചർച്ച അല്ല, അത് ദളിതല്ല എന്നുള്ള റിപ്പോർട്ട് തെറ്റാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടത്. രോഹിത് വെമുല ദളിതനല്ല എന്നത് അത് തെറ്റായ കണ്ടെത്തലാണെന്നും കളക്ടറുടെ കണ്ടെത്തൽ അദ്ദേഹം ദളിതനാണ് എന്ന് തന്നെയാണെന്നുമാണ് അന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. ഏറ്റവും എന്തായാലും സ്ഥിരീകരിക്കപ്പെട്ട എന്തായാലും വിഷയമല്ല. പക്ഷേ ഞാൻ അത് ഇടപെടാതെ പോകാൻ കഴിയില്ല. സ്ഥിരീകരിക്കപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം ദളിതനാണെന്ന് തന്നെ. അഹമ്മദാബാദിലെ ഊനയിലെ ഗുജറാത്തിലൊട്ടാകെ നടക്കുന്നതിനെ പറ്റിയൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. സന്തോഷം. രാജ്യത്ത് എവിടെ ഇതൊക്കെ നടന്നാലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ദളിത് വിഭാഗങ്ങൾക്കെതിരെ അക്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? എന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? ഞാൻ മാധ്യമങ്ങളടക്കം നിങ്ങളോട് ചോദിക്കുക, എന്താണ് ചർച്ച? കണ്ണൂരിൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചിത്രലേഖ എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീ, അവർക്ക് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ കഴിയും. ഒരു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനോട് മുഖം തിരിച്ചു എന്ന് എന്തായാലും പറയാൻ കഴിയില്ല. ആ വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ, ആ വിഷയം മാത്രമല്ല എല്ലാ ദളിത് വിഷയങ്ങളിലും സൂചിപ്പിച്ചത് തന്നെയാണ് എനിക്ക് ചേർത്ത് വെച്ച് പറയാനുള്ളത്. വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ കേരളത്തിൽ കഴിയുന്നുണ്ട്. താങ്കളൊരു വിമർശനമായി ദളിത് പെൺകുട്ടികൾ കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിന്റെ വരാന്തയിൽ കയറി അത് ഞാൻ ചർച്ച ചെയ്തതാണ്. താങ്കളത് മാധ്യമങ്ങളോട് ഈ വിമർശനം ഉന്നയിക്കുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ചർച്ച ചെയ്ത വിഷയമാണത്.